ഒരു മാതാവുണ്ട്, ഒരു 10 വയസ്സായിട്ടുള്ള മകനുണ്ട്. അപ്പോൾ മാതാവിനൊരു പരാതി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ എപ്പോഴും ഷൗട്ട് ചെയ്യാണ്, ഒരു റെസ്പെക്റ്റോ മര്യാദ ഇല്ലാതെയാണ് എന്നോട് ഏത് നേരം സംസാരിക്കുക. ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാതാവ് കുറേ നടന്നു, കുറേ അന്വേഷിച്ചു എന്താണ് സൊല്യൂഷൻ നോക്കിയിട്ട്. അങ്ങനെ ഈ ഒരു മേഖലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഈ മാതാവിനോട് പറഞ്ഞു, പ്രശ്നം നിങ്ങളുടെ മകനല്ല, പകരം നിങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാതാവിന് ദേഷ്യം വന്നു. അത് ഞാനാവാൻ കാരണം അവൻ എന്നോട് ഷോട്ട് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചു. നിങ്ങളെ മകനോട് ഈ കാര്യം ചോദിച്ചാലും മകൻ ഈ സെയിം കാര്യം തന്നെയാണ്, സെയിം ഉത്തരം തന്നെയാണ് പറയാം, സെയിം കാരണങ്ങൾ തന്നെയാണ് പറയാം. എൻ്റെ മാതാവ് എന്നോട് ഷോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഷോട്ട് ചെയ്യുന്നത് എന്നാണ് മകനും പറയാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ മകന് ഇങ്ങോട്ട് ഷോട്ട് ചെയ്താലും അങ്ങോട്ട് ഷോട്ട് ചെയ്യരുത്. മകന് ഇങ്ങോട്ട് മര്യാദ കുറവിൽ സംസാരിച്ചാലും അങ്ങോട്ട് പൂർണ്ണ മര്യാദയോടെയും സ്നേഹത്തോടു കൂടി സംസാരിക്കണം എന്ന് പറഞ്ഞു. ഒരു മാസങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി, നിങ്ങൾക്ക് കാര്യമായ ഗണ്യമായ മാറ്റം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാതാവ് ഓക്കെ ഭയങ്കര ക്യൂരിയസ് ആയി ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ മാതാവ് ഒരു മാസം ഈ പറഞ്ഞ പോലെ മകൻ ഇങ്ങോട്ട് ഷോട്ട് ചെയ്താലും അങ്ങോട്ട് പതിഞ്ഞ സംസാരത്തിൽ സ്നേഹത്തോടെ സംസാരിക്കും. ഇങ്ങോട്ട് മര്യാദകൾ എന്തെങ്കിലും കാണിച്ചാലും ഇങ്ങോട്ട് മര്യാദ ഇല്ലാതെ സംസാരിച്ചാലും അങ്ങോട്ട് പൂർണ്ണ മര്യാദയോടെയും സ്നേഹത്തോടു കൂടിയും സംസാരിച്ചു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മൻ്റെ വോയിസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഏത് ലെവലിൽ കുറഞ്ഞു അതേ ലെവലിൽ മകൻ്റെ വോയിസിലെ ആംപ്ലിറ്റ്യൂഡും കുറഞ്ഞു. ഈ ഉമ്മയുടെ സംസാരത്തിലെ മര്യാദ അല്ലെങ്കിൽ സ്നേഹം ഏത് രീതിയിൽ വർദ്ധിച്ചോ അതേ ലെവലിൽ ഈ മകൻ്റെ മര്യാദയും സ്നേഹവും വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ ഉമ്മാക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പ്രശ്നം ഉമ്മാൻ്റെ പ്രോബ്ലം ഈ ഉമ്മ പുറത്തേക്ക് അതിൻ്റെ കാരണങ്ങളെ പുറത്തേക്ക് പുഷ് ചെയ്യാൻ നോക്കി. ഈ മകനിലേക്ക് പ്രോബ്ലംസിൻ്റെ മൂലകാരണം പുഷ് ചെയ്യാൻ നോക്കി. അപ്പോൾ പുഷ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തുണ്ടായി, ഇത് സോൾവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എൻ്റേതല്ല അവൻ്റേതാണെന്നുള്ളൊരു മൈൻഡിൽ ഈ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. ഇത് സോൾവ് ആവുകയും ചെയ്തില്ല. അതിന് പകരം ഈ ഉമ്മാക്ക് എൻ്റെ ഉള്ളിലാണ് പ്രോബ്ലം എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഉമ്മാൻ്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്തപ്പോൾ അത് പുറത്തേക്ക് അതിൻ്റെ സൊല്യൂഷൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു 80% പ്രോബ്ലംസിൻ്റെ മൂല കാരണം നമ്മുടെ ഉള്ളിലായിരിക്കും. അത് ഉള്ളിലാണെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷത്തിൽ അതിനായിട്ടുള്ള സൊല്യൂഷന് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ മൂല കാരണം പുറത്തെവിടെയാണ് എന്ന് വിശ്വസിക്കുന്ന ആ നിമിഷം അതിൻ്റെ സൊല്യൂഷന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കില്ല. അതിൻ്റെ സൊല്യൂഷന് വേണ്ടി പുറത്തുള്ള ആൾ പ്രവർത്തിക്കണം എന്ന് ഉള്ള ചിന്തയിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാതെ തുടരുകയും ചെയ്യും. ഈ പ്രോബ്ലത്തിൻ്റെ ഇരയായിട്ട് ഈ 2 പേരും മാറും എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്. ഈ ഒരു ഐഡിയയാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൽ ഈ ഓതർ പറയുന്ന 3 ബേസിക് പ്രിൻസിപ്പിളിൽ 3ാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ആദ്യം സോൾവ് ചെയ്യുക, എന്നിട്ട് അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുക. ഇൻസൈഡ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റ്. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ റിയൽ ലൈഫിൽ പല സിറ്റുവേഷനിലും അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും. എനിക്കൊന്നിനും ടൈമില്ല, ഞാൻ എപ്പോഴും ബിസിയാണ്, കാര്യങ്ങളൊന്നും ചെയ്യാൻ ടൈമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടിയിരുന്ന നമ്മളെ ടൈം കില്ല് ചെയ്യുന്ന ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ് നമുക്കുണ്ടോ, ആ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ചീത്ത ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിലായിട്ട് വരും. ഇത് റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ എന്താ, നമ്മൾ റിലേഷനിലുള്ള ഒരാൾ നമ്മളെപ്പറ്റി കുറ്റം പറയാം, നമ്മൾ അയാളെ പറ്റി കുറ്റം പറയാം, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ റിലേഷനിലുള്ള ആൾ നമ്മളെപ്പറ്റി പറയുന്ന കുറ്റങ്ങളിൽ അല്ലെങ്കിൽ പ്രോബ്ലംസിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ആ പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചാൽ 80% പ്രോബ്ലംസ് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കും, നമ്മളെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലുള്ളതായിരിക്കും. അപ്പോൾ ആ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കിയാൽ മൊത്തത്തിലുള്ള റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാൻ അത് സഹായിക്കും. പാരൻറ്റിങ്ങിൽ തന്നെ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ, എൻ്റെ മകൻ എപ്പോഴും കളവ് പറഞ്ഞിട്ടുണ്ട്, നാക്കെടുത്താൽ കളവേ പറയാറുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ആ മകനോടോ അല്ലെങ്കിൽ ആ മകൻ കേൾക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരോടോ തമാശക്കോ സീരിയസോ ആയിട്ട് കളവ് പറയാറുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം. തമാശക്കായിട്ട് നമ്മൾ പറയുന്ന കളവുകൾ ബുദ്ധി വളർന്നു വരുന്ന ആ ഒരു ചെറുപ്പകാലത്തെ മകൻ്റെ മനസ്സിലേക്ക് അത് അവരുടെ റിയാലിറ്റി ആയിട്ട് അവർ കണക്കാക്കും. അവർ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ റിയാലിറ്റീസാണ്. നമ്മൾ പറയുന്ന കളവുകൾ ആ വളർന്നു വരുന്ന കുട്ടി കേൾക്കുമ്പോൾ അത് അവൻ്റെ റിയാലിറ്റി ആയത് കാരണം നമ്മൾ കളവ് പറയുന്ന ഒരാളാണെന്ന് അവൻ നമ്മളുടെ ഐഡൻറ്റിറ്റി ആക്കിയിട്ട് ഇട്ട് തരും. പോരാത്തതിന് കളവ് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു ഐഡിയയും കൂടിയാണ് നമ്മൾ കളവ് പറയുന്നതിലൂടെ കുട്ടിയിലേക്ക് കൺവേ ചെയ്യുന്നത്. എൻ്റെ മകൻ കളവ് പറയുന്നവനാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ എപ്പോഴെങ്കിലും കളവ് പറയുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ നമ്മളെ ഉള്ളിലായിരിക്കും, ഇൻസൈഡിലായിരിക്കും. അപ്പോൾ ഇൻസൈഡിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്താൽ അത് പുറത്തേക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ എന്ന് ഈ തമാശക്ക് കളവ് പറയുന്നത് നിർത്തുന്നോ അന്ന് മുതൽ ഈ മകനും കളവ് പറയുന്നത് നിർത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. വേറെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ഡയബറ്റിക്സ്, ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ.
എനിക്ക് വരുന്ന ഹെൽത്ത് ഇഷ്യൂസിൻ്റെ മൂല കാരണം പുറത്താണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ ഉള്ളിലുള്ള എൻ്റെ തെറ്റായ ജീവിതശൈലി കാരണമായിരിക്കാം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് വന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന നമ്മളെ മിസ്റ്റേക്ക് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കിയാൽ അവിടെ പ്രോബ്ലംസ് ഉള്ളിലാണെന്നുള്ള അവയർനെസ് നമുക്ക് വരികയാണ്. ആ അവയർനെസ്സിലൂടെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്, മറ്റേത് ശ്രമിക്കില്ല. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ അനുഭവിക്കുന്ന നമ്മളെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ മൂല കാരണം നമ്മളെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതോടെ നമ്മൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലേക്ക് അതിൻ്റെ സൊല്യൂഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ ആ സൊല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ കൺക്ലൂഷനിൽ പറയാനുള്ളത്, എനിക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഭയങ്കര സിവിയറാണ്. ആ ഒരൊറ്റ പ്രോബ്ലം സോൾവ് ചെയ്താൽ എൻ്റെ ലൈഫ് സെറ്റായി എന്ന് വിചാരിക്കുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എൻ്റെ ഉള്ളിലാണോ എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലാണോ എന്ന് ആലോചിക്കുക. അങ്ങനെ എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാം. എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്താലേ സോൾവ് ആവും. ഇനി എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ വരുന്നതാണോ, അതിൻ്റെ മൂല കാരണം ഞാനാണോ അതോ പുറത്ത് ആരെങ്കിലും ആണോ? അപ്പോൾ എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ സൊല്യൂഷന് വേണ്ടി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സ്ട്രെസ്ഫുൾ ആവണം. കാരണം എനിക്കൊന്നും ചെയ്യാനില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ. അപ്പോൾ നമുക്കൊരു ഹിമാലയൻ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ കാരണത്താൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആവേണ്ട കാര്യമില്ല. നമ്മൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കുക. നമ്മൾ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ വരുന്നതല്ലെങ്കിൽ അത് വിട്ടേക്കുക. അതാണ് ഇതിൻ്റെ ബേസിക് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. 90% അല്ലെങ്കിൽ 80% പ്രോബ്ലംസിൻ്റെയും മൂല കാരണം നമ്മൾ ഉള്ളിലായിരിക്കും എന്നുള്ള അവയർനെസ്സും ഉണ്ടാവുക. 80% പ്രോബ്ലംസും നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു ഐഡിയയാണ് ഈ ബുക്കിൻ്റെ പ്രിൻസിപ്പിളായിട്ടുള്ള ഇൻസൈഡ് ഔട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ബുക്കിൽ പരാമർശിച്ച 3 ബേസിക് പ്രിൻസിപ്പിളിൽ ഇൻസൈഡ് ഔട്ടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. PPC ബാലൻസ്, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബാലൻസ്, അവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാരഡൈം എന്ന് പറഞ്ഞിട്ടുള്ള 2ാമത്തെ പ്രിൻസിപ്പിൾ. ഈ 2 പ്രിൻസിപ്പിളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇത് 3ഉം കവർ ചെയ്താൽ ഏകദേശം ഇതിൻ്റെ ബേസിക് സെറ്റാവും. ഇതിൻ്റെ ബേസിക് സെറ്റ് ആയതിനു ശേഷമാണ് 7 ഹാബിറ്റ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് 7 ഹാബിറ്റ്സ് നോക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക് കണ്ടിട്ട് ഈ കൺസെപ്റ്റ് ഫുള്ള് മനസ്സിലാക്കുക. ഓക്കെ, സീ യു ടുമോറോ.